വാക്കിന് വില നൽകുന്നവർ, കഠിനാധ്വാനികൾ, ലക്ഷ്യത്തിലെത്താൻ എന്തു വിലയും നൽകുന്നവർ. കാർത്തിക നക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ പലതാണ്. എന്നാൽ നിങ്ങളുടെ ഈ സ്വഭാവവിശേഷങ്ങൾക്കും ഭാഗ്യത്തിനും പിന്നിൽ ഒരു പുണ്യക്ഷേത്രത്തിന്റെ അനുഗ്രഹമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ആ മഹാക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര പോകാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആസ്ട്രോ ടോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളിലൂടെയും ജന്മനക്ഷത്ര രഹസ്യങ്ങളിലൂടെയുമുള്ള ഒരു തീർത്ഥയാത്രയാണല്ലോ ക്ഷേത്രായനം. നമ്മൾ ജനിച്ച നക്ഷത്രവും നമ്മെ കാത്തുപാലിക്കുന്ന ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ചൈതന്യത്തെ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ആദ്യ 2 ഭാഗങ്ങളിലായി നമ്മൾ അശ്വതി, ഭരണി നക്ഷത്രങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് ക്ഷേത്രായനത്തിന്റെ 3ാം പാദത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് 27 നക്ഷത്രങ്ങളിൽ 3ാമത്തെ നക്ഷത്രമായ കാർത്തികയെയാണ്. ഇച്ഛാശക്തിയുടെയും ലക്ഷ്യബോധത്തിന്റെയും പ്രതീകമായ കാർത്തിക നക്ഷത്രക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വിശേഷങ്ങളും അവർ ദർശനം നടത്തേണ്ട ജന്മനക്ഷത്ര ക്ഷേത്രവുമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജനന സമയത്തെ നക്ഷത്രത്തിന്റെ സ്ഥാനം കണക്കാക്കുന്നത് വളരെ പഴയകാലം മുതലുള്ള ആചാരമാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിന് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പറയുവാൻ സാധിക്കുമത്രേ. ഭാവിയെ പ്രവചിക്കുന്നതിലും വിശ്വാസത്തിൽ ഈ നക്ഷത്രങ്ങൾ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്നു. ഇതാ കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർ സന്ദർശിക്കേണ്ട അവരുടെ ജന്മനക്ഷത്ര ക്ഷേത്രത്തെക്കുറിച്ച് വായിക്കാം. കാർത്തിക നക്ഷത്രം 27 ജന്മനക്ഷത്രങ്ങളിൽ 3ാമത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. ഭരണിയാണ് കാർത്തികയ്ക്ക് തൊട്ടുമുന്നിൽ വരുന്ന നക്ഷത്രം. കാർത്തിക നാൾ ഭഗവതിയുടെ നാളാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ നാളിൽ ജനിച്ചവർ അവരുടെ ഇച്ഛാശക്തിക്ക് അറിയപ്പെടുന്നവരാണ്. ധനവും വിദ്യയും ജീവിതത്തിൽ ഒരിക്കലും കൈവിടാത്ത ആ നക്ഷത്രക്കാർ എന്തു വില കൊടുത്തും ലക്ഷ്യത്തിലെത്തുവാൻ പരിശ്രമിക്കുന്നവരാണ്. വായിൽ നിന്നും പുറത്തുവരുന്ന ഓരോ വാക്കുകളും അതീവ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുന്നവരാണിവർ. കൊടുത്ത വാക്ക് പാലിക്കുവാൻ എന്തു ചെയ്യുവാനും കാർത്തിക നക്ഷത്രക്കാർ തയ്യാറായിരിക്കും. കാര്യങ്ങളുടെ 2 വശങ്ങളും വിലയിരുത്തി കൃത്യമായ അവലോകനം നടത്തുവാൻ ഇവർക്ക് സാധിക്കും. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇവർ ആഡംബരത്തിനും സുഖസൗകര്യങ്ങൾക്കുമായി പണം ചിലവഴിക്കും. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രം. ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ദേശീയപാത 66-ലുള്ള പ്രധാന ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറു മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കെത്താൻ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 115 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 125 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായ ഇവിടെ പേരുപോലെ തന്നെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിയാണ്. പഴയകാലത്ത് ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ പ്രൗഢിയും ഒത്തിണങ്ങിയ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ഗണപതി 2 പ്രതിഷ്ഠകൾ, ദക്ഷിണാമൂർത്തി ശിവൻ, ശ്രീകൃഷ്ണൻ, തിരുവമ്പാടിക്കണ്ണൻ, ഗോശാല കൃഷ്ണസങ്കല്പം, അയ്യപ്പൻ, നാഗദേവങ്ങൾ, കുരുത്തിക്കാമൻ, പഞ്ചമീദേവി, യക്ഷിയമ്മ എന്നിവരും പ്രതിഷ്ഠകളായിട്ടുണ്ട്. കേരള പഴനി, തെക്കൻ പഴനി എന്നീ പേരുകളിൽ പുകഴ്പെറ്റ ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. ഇവിടെയുള്ള ഭഗവാനെ ഹരിപ്പാട്ടപ്പൻ, ഹരിഗീതപുരേശൻ, വേലായുധസ്വാമി തുടങ്ങി നിരവധി പേരുകളിൽ ഭക്തർ വിശേഷിപ്പിച്ചു വരുന്നു. പഴയകാല തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന 7 ക്ഷേത്രങ്ങളിൽ ഒന്ന് ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം, ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്വർണ്ണ കൊടിമരം, 3 കൊടിയേറ്റുത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. മേടം, ചിങ്ങം, ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവങ്ങൾ നടത്തുന്നത്. മേടമാസത്തിൽ വിഷുനാളിൽ കണി കണ്ട് കൊടികുയറി 10ാമുദയം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് അവയിലേറ്റവും പ്രധാനപ്പെട്ടത്. ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലും ധനുമാസത്തിൽ തിരുവാതിര നാളിലും ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസത്തെ ഉത്സവങ്ങളുമുണ്ട്. ഇവ യഥാക്രമം സുബ്രഹ്മണ്യൻ, വിഷ്ണു, ശിവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് സങ്കല്പം. ഇത് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പ്രത്യേകതയാണ്.
ഈ ഉത്സവങ്ങൾ കൂടാതെ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക, മകരമാസത്തിലെ തൈപ്പൂയം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി തുടങ്ങിയവയും അതിവിശേഷമാണ്. ത്രിമൂർത്തികളും സുബ്രഹ്മണ്യനും. സുബ്രഹ്മണ്യനായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണെങ്കിലും വിഷ്ണുവിനും ശിവനും പ്രത്യേക പ്രാധാന്യം ക്ഷേത്രത്തിൽ നൽകുന്നു. സുബ്രഹ്മണ്യ വിഗ്രഹം സുബ്രഹ്മണ്യന്റേത് മാത്രമാണെന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം വിഗ്രഹത്തിന്റെ പുറകിലെ കൈകളിൽ ശംഖചക്രങ്ങളും മുന്നിലെ ഇടത്തെ കൈയിൽ വ്യതയും വലത്തെ ചുമലിൽ വേലും ഇടത്തെ ചുമലിൽ ത്രിശൂലവും കാണുവാൻ സാധിക്കും. ത്രിശൂലത്തിലാകട്ടെ ഉടുക്കും. ശിരസിൽ ചന്ദ്രക്കലയും കാണാം. ഇവയെല്ലാം വിഷ്ണുവിന്റെയും ശിവന്റെയും അടയാളങ്ങളാണ്. ഓരോ കാലത്തും പ്രബലമായി വന്ന വിശ്വാസങ്ങൾ അവരുടെ പ്രതിഷ്ഠയായി ഇതിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നതിന്റെ തെളിവാണിത്. പരശുരാമന്റെ കാൽപതിഞ്ഞ ഇടമെന്ന നിലയിലാണ് ഇവിടം ഹരിപ്പാട് എന്നായതെന്നാണ് വിശ്വാസം. ഹരിഗാതപുരം എന്നറിയപ്പെട്ടിരുന്നത് പിന്നീട് ഹരിപ്പാടായി മാറുകയായിരുന്നു. പൂജയുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ ഒരു മഹാക്ഷേത്രമാണിത്. എല്ലാ ദിവസവും 5 പൂജകളും 3 ശീവേലികളും ക്ഷേത്രത്തിലുണ്ട്. 4 മണിക്ക് നട തുറക്കുന്നു. നിർമാല്യം, അഭിഷേകം, മലർ നിവേദ്യം, ഉഷപൂജ, സൂര്യോദയ സമയത്ത് എതിരേറ്റ് പൂജ, 6:30 മണിക്ക് എതിരേറ്റ് ശീവേലി, അഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ, പഞ്ചഗവ്യാഭിഷേകം, ഉച്ചപൂജ കഴിഞ്ഞ് 11:30 ഉച്ചശീവേലി, തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടയടയ്ക്കുന്നു. 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സൂര്യാസ്തമയ സമയത്ത് ദീപാരാധന, 7:30 അത്താഴപൂജ, 8:30 അത്താഴ ശീവേലി, തുടർന്ന് 9 മണിക്ക് നടയടയ്ക്കുന്നു. വിഷ്ണുവിനെയും ശിവനെയും സുബ്രഹ്മണ്യനെയും പ്രീതിപ്പെടുത്തുവാൻ 3 പേരുടെയും ഉത്സവങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നു. മേടത്തിലെ വിഷുനാളിൽ സുബ്രഹ്മണ്യനും, ചിങ്ങത്തിലെ ഓണത്തിന് വിഷ്ണുവിനും, ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ശിവനും ഇവിടെ പ്രത്യേകം ഉത്സവങ്ങൾ നടത്തുന്നു. ത്രിമൂർത്തികളോടൊപ്പം സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. നക്ഷത്രങ്ങൾ ആകാശത്തല്ല, നമ്മുടെ നിയോഗങ്ങളിലാണ് തിളങ്ങുന്നത് എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. തളർന്നുപോകുന്ന നിമിഷങ്ങളിൽ കാർത്തിക നക്ഷത്രത്തിന്റെ ഇച്ഛാശക്തി നിങ്ങളെ വീണ്ടും ഉണർത്തട്ടെ. നിങ്ങളുടെ നക്ഷത്രം കാർത്തികയാണെങ്കിൽ നക്ഷത്രത്തോടൊപ്പം പേരുകൂടി കമന്റിൽ രേഖപ്പെടുത്തുക. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം എന്നും നിഴലായി കൂടെയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസങ്ങൾ നമുക്ക് കരുത്തു പകരുന്നത് അവയെ നാം ഹൃദയത്തോട് ചേർക്കുമ്പോഴാണ്. കാർത്തിക നാളുകാരുടെ ഐശ്വര്യത്തിനായി ഹരിപ്പാട്ടപ്പൻ കനിഞ്ഞാരുള്ളട്ടെ. അടുത്ത തവണ ആലപ്പുഴ വഴി യാത്ര ചെയ്യുമ്പോൾ ഈ പുണ്യസങ്കേതത്തിൽ ദർശനം നടത്താൻ സമയം കണ്ടെത്തുമല്ലോ. ഭക്തിസാന്ദ്രമായ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ നന്മകൾ നേരുന്നു.